ഗുരുവായൂർ നഗരസഭയിൽ CPM-ലെ സുനിത അരവിന്ദൻ ചെയർപേഴ്സണാകാൻ സാധ്യത തെളിയുന്നു. 3 സീറ്റ് മാത്രം നേടിയ CPI-ക്ക് 1 വർഷത്തെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തിൽ തൃപ്തിയടയേണ്ടി വരും. CPM-ന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്ന ദേവിക ദിലീപ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് LDF-ൽ കടുത്ത ആശയക്കുഴപ്പം ഉടലെടുത്തത്. 3 പേരുകളാണ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഉയർന്നുവന്നത്. 2 തവണ കൗൺസിലറും 5 വർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്ന CPM-ലെ ബിന്ദു അജിത് കുമാറിന്റെ പേരായിരുന്നു പ്രഥമ പരിഗണനയിലുണ്ടായിരുന്നത്. ഇവർ തൈക്കാട് ലോക്കൽ കമ്മിറ്റി അംഗമാണ്. എന്നാൽ തൈക്കാട് മേഖലയിലേക്ക് ചെയർപേഴ്സൺ സ്ഥാനം നൽകുന്നതിൽ മറ്റ് 3 ലോക്കൽ കമ്മിറ്റികളും അതൃപ്തി രേഖപ്പെടുത്തി. LDF-ന് കൂടുതൽ സീറ്റുകൾ നേടിയ പൂക്കോട് മേഖലയെ പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമായി. ഇതേ തുടർന്നാണ് പൂക്കോടുകാരിയായ സുനിതയ്ക്ക് നറുക്കുവീണത്. ഇവർ കഴിഞ്ഞ തവണ കൗൺസിലറായിരുന്നു. പൂക്കോട് ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗവും മേഖലാ സെക്രട്ടറിയും CDS മെമ്പറുമാണ്. ചെയർപേഴ്സൺ സ്ഥാനം 4 വർഷം CPM-നും 1 വർഷം CPI-ക്കും എന്ന രീതിയാണ് ഏറെക്കാലമായി തുടർന്നിരുന്നത്. എന്നാൽ കഴിഞ്ഞ കൗൺസിലിൽ ചെയർമാൻ സ്ഥാനം CPM-ഉം വൈസ് ചെയർമാൻ സ്ഥാനം CPI-യും മാറ്റമില്ലാതെ 5 വർഷം തികച്ചു. എന്നാൽ ഇത്തവണ ചെയർപേഴ്സൺ സ്ഥാനം 5 വർഷം മാറ്റമില്ലാതെ തുടരുമെങ്കിലും CPI-ക്ക് സീറ്റ് കുറവായതിനാൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം 1 വർഷമാക്കി ചുരുക്കാൻ ധാരണയാകുകയായിരുന്നു. ആദ്യത്തെ 1 വർഷം CPI-ലെ KK ജ്യോതിരാജും പിന്നീടുള്ള 4 വർഷം CPM-ലെ AS മനോജും പങ്കിടും. ഞായറാഴ്ച രാവിലെ 10-ന് നഗരസഭാ ടൗൺഹാളിലാണ് കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ. ഇതിനുശേഷം LDF യോഗം അന്തിമ തീരുമാനമെടുക്കും. 27-നാണ് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ്.